ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോൾ നെവിനെതിരെ ശക്തമായി തന്നെയാണ് നോമിനേറ്റ് ചെയ്തത്. അനുമോൾ തുറന്ന് തന്നെ പറഞ്ഞ് എനിക്ക് ഈ ഒരു വ്യക്തി ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് തന്നെ പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. അത്രയ്ക്ക് എന്നെ മാനസികമായി വേദനിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആ ഒരു ഫുഡിൻ്റെ പ്രശ്നം അത് അക്ബറും ആര്യനും മുട്ട ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞ്, അപ്പോൾ അവരുടെ മുട്ട നമുക്ക് എപ്പോൾ വേണേലും കൊടുക്കാമല്ലോ പൊരിച്ചോ. അങ്ങനെ ഞാൻ അതിനു വേണ്ടി കിച്ചണിൽ കയറിയപ്പം അവരോട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ഇച്ചിരി മാവ് എടുത്ത് ഒരു അപ്പം ഉണ്ടാക്കി തരാൻ പറഞ്ഞ്. അപ്പം മാവ് റേഷൻ ആയതുകൊണ്ട് അതെല്ലാവരോടും ചോദിക്കണം. അതുകൊണ്ട് ഞാൻ കടലമാവ് ഇരിപ്പുണ്ടായിരുന്നു. കടലമാവ് ഇവിടുത്തെ ഒരു ആവശ്യത്തിനും എടുക്കാറില്ല. അപ്പം ജെസ്സിൽ അങ്ങനെ ഒരു അപ്പം ഉണ്ടാക്കുന്ന കണ്ടിട്ട് ഞാൻ ഓർത്തെന്നാൽ അതിന് അപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചാണ് ഞാൻ അവർക്ക് ഒരു അപ്പം ഉണ്ടാക്കി കൊടുത്തത്. ബാക്കി ഒരു അപ്പം ഞാൻ അത് ആദിലേക്കും നൂറയ്ക്കും വേണമെങ്കിൽ കൊടുക്കുക, അവരും വിശക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനത് കൊണ്ടുപോയത്. അപ്പം നെവിൻ നെവിൻ അതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എണീറ്റ് വന്നതാണ്. അതിന് ഉള്ളി ഞാൻ കൊടുക്കാഞ്ഞതെന്ന് വെച്ചാൽ ഉള്ളി റേഷനാണ്, ആദ്യം കുറച്ച് ഉള്ളിയേ ഉള്ളൂ, അപ്പോൾ അത് ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ക്യാപ്റ്റനായ ഷാനവാസ്ക അടുത്ത് ആ മാവ് എടുത്ത് ചോദിക്കാഞ്ഞതെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്. ഷാനവാസ്ക സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ഓർത്താണ്. പക്ഷെ ഷാനവാസ്ക അതറിഞ്ഞിട്ടൊന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ പാവ ടാസ്കിൽ ഞാൻ എടുത്ത പാവ അത് തട്ടിയെടുത്ത് എനിക്കെതിരെ ഭയങ്കരമായിട്ടും എന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ച് അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ എൻ്റെ പുറകെ നടന്ന് എന്നെ ശല്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നെവിന്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ എന്നെ മാനസികമായി തളർത്തി കളയുവാണ് ഈ വീട്ടിലെ ഈ ഒരു വ്യക്തി പോകാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ അനുമോള് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടാണ് പറയുന്നത്. ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനൊന്നും നെവിന് അറിയത്തില്ല. വല്ലവരും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കൂട്ട് പിടിച്ച് നടക്കും. പിന്നെ എൻ്റെ പുറകെ നടന്ന് എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് നെവിന് രാവിലത്തെ നോമിനേഷനിൽ നെവിനെക്കുറിച്ച് അനുമോൾ പറഞ്ഞത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.